പോയിരിക്കുന്നത്. ഇവിടെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഈ പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അത് 500ഓളം കുടുംബങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. താങ്കളൊക്കെ ഏത് പാർട്ടിയുടെ ഭാഗമായിരുന്നു? ഞാൻ 45 വർഷമായിട്ട് LDF വോട്ട് ചെയ്തിരുന്ന ആളാണ്. 45 വർഷമായിട്ട് ആദ്യമായിട്ട് ഇനി താമര കുത്താൻ പോകുന്നു. ഞാൻ 2.5 വർഷമായി ഈ പ്രശ്നം തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് BJPയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഞാനിപ്പോൾ ഇന്ന് പുതിയതായിട്ട് എടുക്കണ്ട. ഞാൻ ഇവിടെ മുൻപത്തുള്ള നമ്മുടെ വേലാഞ്ചേരൻ്റെ നേതൃത്വത്തിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് കഴിയുന്ന നാളായി. 2.5 കൊല്ലം. നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി. ഈ നമ്മളെ സഹായിക്കാൻ നിന്ന പാർട്ടി 2 പാർട്ടി നമ്മളെ ചതിച്ച്. അപ്പം ഇത് എനിക്ക് മനസ്സിലായി. ഇനി മനസ്സിലിഞ്ഞ് ഒരു പാർട്ടിനെ വിശ്വസിച്ച് മാത്രം നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ ആര് നിൽക്കണം, അവരുടെ കൂടെ നിന്നാലേ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ CPM നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഇവിടെ ലോക്കലി പ്രാദേശിക നേതാക്കന്മാരുണ്ട്, ഈ സമരത്തോട് യോജിച്ച് നിൽക്കാത്ത ആളുകൾ. അവരൊക്കെ കാണാറുണ്ടോ? ആ സഖാക്കന്മാരൊക്കെ എന്താണ് പറയുന്നത്? അവർ കാണുമ്പോൾ നമ്മളെ മുമ്പ് കണ്ട് വണ്ടിക്ക് വഴിയിലൊക്കെ പോകുമ്പോൾ കൈപൊക്കി പോയിരുന്നാളും ചിരിച്ചിരുന്ന ആളൊക്കെ ഇപ്പം എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കെന്താ, എൻ്റെ വീട്ടിൽ എൻ്റെ മകനാണ് എനിക്ക് അരിമടിച്ച് കഞ്ഞി വെച്ച് തന്നത്. എനിക്ക് നമസ്കാരം. രാജ്യം തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുകയാണ് മുനമ്പം സമരം. വഖഫ് ബോർഡ് വിഷയമായിട്ടാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ്. നമ്മുടെ ചാനലിൽ തന്നെ നിരവധി വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ മുനമ്പം ഭൂമി ഇത് വഖഫ് ബോർഡിൻ്റെതാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രചരണം ജനങ്ങളിടയിലേക്ക് എത്താനുള്ളൊരു കാരണമുണ്ടായിരുന്നു. ഇത് ജനങ്ങൾ അല്ലെങ്കിൽ ഇത് വഖഫ് ഇത് നോട്ടമിട്ടിട്ടുണ്ടെന്ന് അറിയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. അത് ഈ ഇരിക്കുന്ന പ്രദീപേട്ടൻ, ഇദ്ദേഹം കരമടക്കാനായിട്ട് പള്ളിപ്പുറം പഞ്ചായത്തിൽ 2022 പോയ സമയത്താണ് അവർ പറയുന്നത്, കുഴുപ്പുള്ളി വില്ലേജിൽ ഇദ്ദേഹം പോയ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം പറയുന്നത്, ഈ ഭൂമി വഖഫിൻ്റെതാണെന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിലേക്കുണ്ടായ സാഹചര്യമെന്ന് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. ഞാൻ ഈ പറയാനാണെങ്കിൽ ഞാൻ പോയത് എൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇവിടെ പാലാരിവട്ടത്ത് മെഡിക്കൽ സെൻറ്ററിൽ ഹോസ്പിറ്റലിൽ കിടക്കണതാണ് ഞാൻ പോയത്. എന്താണെന്ന് വെച്ചാൽ അവനൊരു നട്ടലിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഞാൻ 15 വർഷമായിട്ട് ഞാൻ ഒരു കരൾ പേഷ്യൻ്റാണ്. ലിവർ സോറിസ് ബാധിച്ച് അമൃത ചികിത്സയിലാണ് 15 വർഷമായിട്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ മകന് ആക്സിഡൻറ്റ് പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഈ ഭൂമി പണയത്തിന് വെച്ചാലേ എൻ്റെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ വില്ലേജിൽ കരമടക്കാൻ ചെല്ലണത്. അപ്പോഴാണ് വില്ലേജ് ഓഫീസർ പറയണത്, നിങ്ങൾക്ക് കരമടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അത് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പറയണത്, ഇങ്ങനെ താലൂക്കിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്, ഇത് വഖഫിൻ്റെ ആണെന്നും ഉള്ള ഇതാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വഖഫ് എന്താണെന്ന് നമുക്കറിയില്ല അതിനെപ്പറ്റി. ഇത് കേട്ടപ്പോൾ തന്നെ കരമടക്കാൻ പറ്റുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും വിറവല് തുടങ്ങി. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞാൻ ചോദിച്ചു, സാറേ എന്താണത്? അപ്പോൾ അതിന് വല്ല രേഖ വല്ലതും ഉണ്ടോ? ആ രേഖ അതിൻ്റെ പകർപ്പ് കിട്ടും. ഞാൻ അന്വേഷിച്ച് അതിനിപ്പോൾ എന്ത് ചെയ്യണം, അത് വിവരാശത്തിൽ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ അപേക്ഷ എഴുതി കൊടുത്ത് 3 കോപ്പി മേടിച്ച് 3 കോപ്പി മേടിച്ചിട്ട് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് ആദ്യം തന്നെ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെ 3-4 പേരെ കൊടുത്ത് അവരും കൈയും കാലും പറിച്ച് നിൽക്കുകയാണ്. എന്താണ് പഞ്ചായത്ത് മെമ്പറുടെ കൈ കൊടുത്ത്, പിന്നെ ഒരു പഴയ ആദ്യത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ കോൺഗ്രസിൻ്റെ തന്നെ, പിന്നെ LDFൻ്റെ ഒരു നേതാവുണ്ട് ഇവിടുത്തെ ലോക്കൽ നേതാവ്, പുള്ളിയുടെ കൈ കൊടുത്ത്. നമുക്ക് ആദ്യം ചെന്ന് അവരെല്ലാം കാണാൻ പറ്റുള്ളൂ. മേലിലേക്ക് ആദ്യം നമുക്ക് കയറാൻ പറ്റില്ല. കാരണം അവരുടെ കൊടുത്തായിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല. അവരവരുടെ മുകളിലോട്ടുള്ള ആളെ അറിയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഞങ്ങൾ ഒരു 5-6 പേര് കൂടി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആള് അവിടെ വില്ലേജിലേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. അവരോടും പറഞ്ഞ് ഇത് തന്നെ കരമടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു യോഗം വിളിച്ച്, ഒരു പൊതുയോഗം വിളിച്ചിട്ട് അതിൽ നിന്നൊരു 5-10 പേരെ കമ്മിറ്റിക്കാരായിട്ട് തീരുമാനിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ സമരത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ തീരുമാനമെടുത്ത് സമരമല്ല തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ MLA MP-നെയും മുഖ്യമന്ത്രിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ സാറേ കാര്യമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ കണ്ട് കയറി ഇറങ്ങി 5-8 മാസം
ഞങ്ങളുടെ MLA ഞങ്ങളുടെ കൂടെ വരികയും ചെയ്തു. ഇടക്കാലത്ത് വെച്ച് MLA മുങ്ങി. പിന്നെ കോൺഗ്രസ്സുകാർ ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഈ 10 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രശ്നമുള്ളത് മുഖ്യമന്ത്രി വിചാരിച്ചാൽ തീർക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടും VD സതീശൻ പ്രതിപക്ഷ നേതാവ് വന്ന് മുസ്ലിം നേതാക്കന്മാരും വന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ 3 വർഷം 3 മാസം ആയി ഈ പ്രശ്നം തീർക്കാൻ പറ്റാത്തത്. പിന്നെ ഞങ്ങളെന്താ ചെയ്യുക? അതിന് ഒരു പിടിവള്ളിയായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ വന്ന് കിട്ടിയത് BJPയുടെ സുരേഷ് ഗോപി സാറ്. പുള്ളിയാണ് ഇവിടെ ആദ്യം ഈ സമരപന്തലിലെത്തിയത്. പുള്ളി വന്ന് പറഞ്ഞ് നിങ്ങളൊരു കാരണവശാലും വിഷമിക്കേണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് പാർലമെൻറ്റിൽ അത് അവധി കൊണ്ടുവരും, നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം തീർത്ത് നിങ്ങൾക്ക് തന്നിരിക്കും. അത് മാതാവിൻ്റെ ഒരു രൂപം പുള്ളി കൊരട്ടിമുത്തിര രൂപം കൊണ്ടുവന്ന ആ രൂപം ഞങ്ങൾ ഇവിടെ വെക്കാറുണ്ട്. ഈ വേളാങ്കണ്ണി മാതാ ഈ ചർച്ചിൻ്റെ ഉള്ളിലായതിൻ്റെ പേരിൽ ഈ പന്തൽ ഇപ്പോഴും നിലനിൽക്കണം. അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഈ സംഭവം ഭയങ്കര പ്രശ്നത്തിലോട്ട് പോയേനെ. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെ ഈ സമരം പൊളിക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പല അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി. അപ്പോഴും ഞങ്ങൾ ഇതിനുള്ളിൽ പറഞ്ഞുണ്ടാക്കിയത് ഇത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഈ 10 സെൻറ്റ് 5 സെൻറ്റ് ഉള്ള ആളുകൾക്കൊക്കെ പ്രശ്നമില്ല, വലിയ വലിയ ആളുകൾക്കാണ് കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വള്ളത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ 5 സെൻറ്റും 10 സെൻറ്റും ഉള്ള ആളല്ല. അപ്പോൾ അവർ വിചാരിച്ച് ഇത് അപ്പോൾ ഞങ്ങളപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് ചെറിയൊരു പ്രശ്നമല്ലല്ലോ, ഇത് വഖഫ് എന്ന് പറഞ്ഞ പ്രശ്നം പിന്നീടാണ് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയത്. ഇത് ഒരു വലിയൊരു വിഷയമാണ്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ സമരത്തിന് പോകാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമരം തുടങ്ങിയതിൻ്റെ പേരിൽ മാതാവിൻ്റെ അനുഗ്രഹവും പിന്നെ ഞങ്ങൾ സമുദായങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒറ്റ മനസ്സോടുകൂടി ഇപ്പോൾ ഈ കണ്ടീഷനിൽ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തീർത്ത് കരടവ് ഞങ്ങളുടെ പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിപ്പോൾ രാജീവ് സാർ വന്ന് അതിനും ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. ഇപ്പോൾ ഈ ബില്ല് പാസ്സായതോടുകൂടി ആശ്വാസമായി. ഇപ്പോൾ ആദ്യത്തെ ഘട്ടം ഇവിടെ ഈ നാട്ടിലുള്ള ആളുകൾ ഇപ്പോൾ താങ്കൾ ഇത് അറിയുന്ന സമയത്ത് ഇത് വന്നിവിടെ പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരു 10-650ഓളം കുടുംബങ്ങളുണ്ടല്ലോ, ഇവരെല്ലാവരും ഇതിൽ ബോധവാന്മാരായോ? ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ് ഇതൊരു കാര്യമായിട്ട് എടുത്തില്ല. എല്ലാവരും നിസ്സാരമായിട്ട് കൂട്ടി. ഞങ്ങൾ പറയുമ്പോൾ നമ്മ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമിയല്ലേ, നമ്മ പറവക്കുളേൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത ഭൂമിയല്ലേ, നമുക്ക് പട്ടയം ഉണ്ടല്ലോ. പട്ടയം എന്താണ്, ആധാരം എന്താണ്, വിൽപ്പത്രം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തതാണ് ഇവിടെയൊക്കെ എല്ലാ മത്സ്യത്തൊഴിലാളികളല്ലേ. പിന്നെ ഏതാനും ചില ആളുകൾക്ക് അറിയാൻ ആധാരം എന്താണ്, വിൽപ്പത്രം എന്താണ്, മുത്തിയാർ എന്താണെന്നൊക്കെ അറിയാൻ പാടുള്ളവർ അതിനെപ്പറ്റി പറയും. പട്ടയമല്ലല്ലേ ഇത് നമ്മ പൈസ കൊടുത്ത് തീരാധാരം വാങ്ങിയേക്കണല്ലേ, പട്ടയമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വാർഡ് അല്ലെങ്കിൽ 2 വാർഡിലെ ജനങ്ങളാണല്ലോ ഈ വിഷയം അനുഭവിക്കുന്നത്. ഇവിടെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഈ പ്രത്യേകിച്ച് ഇവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അത് 500ഓളം കുടുംബങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ്. അപ്പോൾ ഇവരെല്ലാം ഇന്ന് മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. താങ്കളൊക്കെ ഏത് പാർട്ടിയുടെ ഭാഗമായിരുന്നു? ഞാൻ 45 വർഷമായിട്ട് LDF വോട്ട് ചെയ്തിരുന്ന ആളാണ്. 45 വർഷമായിട്ട് ആദ്യമായിട്ട് ഇനി താമര കുത്താൻ പോകുന്നു. ഞാൻ 2.5 വർഷമായി ഈ പ്രശ്നം തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ BJPയുടെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഞാനിപ്പോൾ ഇന്ന് പുതിയതായിട്ട് എടുക്കണ്ട. ഞാൻ ഇവിടെ മുൻപത്തുള്ള നമ്മുടെ വേലാഞ്ചേരൻ്റെ നേതൃത്വത്തിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് കഴിയുന്ന നാളായി. 2.5 കൊല്ലം. നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കി. ഈ നമ്മളെ സഹായിക്കാൻ നിന്ന പാർട്ടി 2 പാർട്ടി നമ്മളെ ചതിച്ച്. അപ്പം ഇത് എനിക്ക് മനസ്സിലായി. ഇനി മനസ്സിലായി ഒരു പാർട്ടിനെ വിശ്വസിച്ച് മാത്രം നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ ആര് നിൽക്കണം, അവരുടെ കൂടെ നിന്നാലേ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ CPM നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഇവിടെ ലോക്കലി പ്രാദേശിക നേതാക്കന്മാരുണ്ട്, ഈ സമരത്തോട് യോജിച്ച് നിൽക്കാത്ത ആളുകൾ, അവരൊക്കെ കാണാറുണ്ടോ? ആ സഖാക്കന്മാരൊക്കെ എന്താണ് പറയുന്നത്? അവർ കാണുമ്പോൾ നമ്മളെ മുമ്പ് കണ്ട് വണ്ടിക്ക് വഴിയിലൊക്കെ പോകുമ്പോൾ കൈപൊക്കി പോയിരുന്നാളും ചിരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പം എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എനിക്കെന്താ, എൻ്റെ വീട്ടിൽ എൻ്റെ മകനാണ് എനിക്ക് അരിമടിച്ച് കഞ്ഞി വെച്ച് തന്നത്. എനിക്ക് സുഖമില്ല പണിയെടുക്കാൻ. അവനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നട്ടെല്ലും 6 സ്ക്രൂ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇത് എടുക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ഇനി ഉണ്ടാക്കണം. ഞാൻ
ഈ പ്രശ്നം തീർന്നു കിട്ടിയാൽ ഞാൻ അതാണ് ആദ്യം ചെയ്യാൻ പോണ. ആധാരം പണയം വെച്ചിട്ട് എനിക്ക് എൻ്റെ മോനെ അത് രണ്ടാമത് എടുക്കണമല്ലോ അത്. അപ്പോൾ ഈ എത്രയും വേഗം അത് ശരിയാകട്ടെ എന്നാണ് നമ്മുടെ കരയോട് പുനഃസ്ഥാപിച്ച് കിട്ടട്ടെ എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ, CPM കോൺഗ്രസിന്റെ നേതാക്കന്മാർ സമാനമായിട്ടുള്ള മനോഭാവമാണോ നിങ്ങളോട്? ഇല്ലില്ല, അവർ നമ്മളോട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്കറിയാം നമ്മളെ, അവർക്കറിയാം നമ്മ ഓരോ ഇവിടെ INDUC ഫിഷിങ്ങിൽ ഇടപെട്ട് പണിയെടുത്തിരുന്ന ആളാണ് ഞാൻ. ഫിഷിംഗ് ബോട്ടിൽ 24 വർഷം പോയ ആളാണ്. അപ്പോൾ ഇവിടെ നേരത്തെ മുതലേ അറിയാം ഇന്ന വീട്ടുകാർ ഇന്ന പാർട്ടിയുടെ ആളാണെന്ന്. അപ്പോൾ അവർ പാർട്ടി വേറെ, നമ്മുടെ സുഹൃത്ത് ബന്ധം വേറെ. അപ്പോൾ കോൺഗ്രസ്സുകാർ നമ്മളോട് അങ്ങനെ എതിർപ്പൊന്നും കാണിക്കില്ല. ഈ സ്ഥിരമായിട്ടിപ്പോൾ നമ്മൾ നേരത്തെ വിശ്വസിച്ചിരുന്ന ആളാണ്, നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ലാത്തത്. അല്ല, ഈ BJP ചേട്ടൻ ചേരുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ള വിവരം അറിഞ്ഞിട്ട് അവരെന്താണ് പറയുന്നത്? അവരിപ്പോൾ കണ്ടിട്ടുണ്ടല്ല, ഒന്നും സംസാരിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട്, ഒന്നും പറയില്ല, എന്നോടൊന്നും പറയില്ല. അത് സത്യം പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ മക്കൾ വരെയും ഈ CITയിൽ ജോലിക്ക് പോകുന്ന ആളാണ്, ലോഡിങ് ഹാർബറിൽ. അപ്പോൾ അത് എൻ്റെ പെങ്ങളോ ഞാൻ അമ്മാവനല്ല. അങ്ങനെ അവർ കാണിക്കില്ല. മറ്റുള്ള നേതാക്കന്മാർ, അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ നമ്മളോട് കണ്ട വേണ്ടി. വരാനിരിക്കുന്ന ഈ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഇത് BJPക്ക് ഈ വാർഡ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ അല്ലെങ്കിൽ CPM തന്നെ വോട്ട് ചെയ്യും? ഒരു രക്ഷയില്ല, ഒരു മാറ്റം കൂടി ഉണ്ടാവും, ഉറപ്പ്, 100%. അതിവിടെ ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞ്. ഓക്കെ. ഈ ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിലുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ട് ഇനി, ഉറപ്പ്. നമ്മുടെ ഈ ഒരു സമര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്താനുണ്ടായ കാരണം ഈ ചേട്ടൻ കരമടക്കാൻ പോയ സമയത്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നതാണ്. അങ്ങനെയാണ് ഇദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം, ഇതിൻ്റെ ഒരു കാരണക്കാരനായിട്ട് മാറിയത്. എങ്ങനെയാണെങ്കിലും മുനമ്പം സമരത്തിൻ്റെ വിഷയങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടും ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ ഇവിടെ ഈ സമരപ്പന്തലിൽ നിരാഹാരം സമരം കൃത്യമായിട്ട് ഇവർ തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നുള്ള ഇതിൻ്റെ സമര നേതാക്കന്മാരെല്ലാവരും തന്നെ പറയുന്നത്. മുനമ്പത്തു നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.